പാതയോരത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുതിയ ഒരു കാഴ്ചയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതായിരിക്കും. കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തിയ ഒരുപാട് വിദേശികളുണ്ട്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അറബികൾ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, അങ്ങനെ ഒരുപാട് പേർ. സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പ് പ്രശ്നമായ ആളുകളുണ്ട്. വംശീയ കലാപത്താൽ രാജ്യത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്ത ആളുകളുണ്ട്. പിന്നെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ കണ്ണുവെച്ച് വന്നവരുണ്ട്. എന്തായാലും പുറത്തുനിന്ന് വന്നവർ നമ്മളെ അടിമകളാക്കി വെച്ച കഥകളും നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. എന്നാലും പലരും കേരളത്തിന്റെ വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ പല തരത്തിലുള്ള സംഭാവനകൾ നൽകിയവരാണ്. പലരും ബാക്കി വെച്ചിട്ട് പോയ പഴയ ഓർമ്മകൾ സ്മാരകങ്ങളായി ഇപ്പോഴും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ കാണാം. അത്തരത്തിൽ അഭയാർത്ഥികളായി കേരളത്തിലെത്തിയ മതവിഭാഗമാണ് പാഴ്സികൾ. കാണാം കേരളത്തിലെ ഏക പാഴ്സി ആരാധനാലയത്തിന്റെ കാഴ്ചകൾ. ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കോഴിക്കോടിൻ്റെത്. എത്ര കണ്ടാലും കേട്ടാലും തീരാത്ത കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്. കോഴിക്കോട് ഇന്ന് കാണുവാൻ സാധിക്കുന്ന കാഴ്ചകളിൽ വ്യത്യസ്തമായ ഒന്നാണ് ഇവിടുത്തെ പാഴ്സി ആരാധനാലയം. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ മിഠായി തെരുവിനുള്ളിലാണ് ഇത് നിലനിൽക്കുന്നത്. കോഴിക്കോട് മിഠായി തെരുവിൽ ഹനുമാൻ കോവിലിന് എതിർവശത്ത് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗേറ്റ് കാണാം. ഇതിനകത്താണ് പാഴ്സി അജ്മാൻ ബാഗ് ഫയർ ടെമ്പിൾ ഉള്ളത്. കേരളത്തിലെ ഏക പാഴ്സി ആരാധനാലയം കൂടിയാണ് ഇത്. നിലവിൽ മറ്റു മതവിഭാഗക്കാർക്ക് ഇതിനകത്തോട്ട് പ്രവേശനം അനുവദിക്കാറില്ല. ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഒന്നാണ് പാഴ്സി മതം. അറബ് മുസ്ലിങ്ങൾ ഇറാനിൽ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ, ഇസ്ലാം മതവിശ്വാസികളുമായുള്ള വംശീയ യുദ്ധങ്ങൾ നിലനിന്നപ്പോൾ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരാണ് പാഴ്സികൾ. പേർഷ്യ എന്നായിരുന്നു ഇറാന്റെ പഴയ പേര്. പേർഷ്യയിൽ നിന്നും വന്നവരെ പാഴ്സികൾ എന്ന് വിളിക്കാൻ തുടങ്ങി. 8-10 നൂറ്റാണ്ടുകളിലാവാം ഇവർ ഇന്ത്യയിലേക്ക് കുടിയേറിയത്. ഇവരിൽ കേരളത്തിലെത്തിയ ഒരു വിഭാഗം സ്ഥാപിച്ചതാണ് ഈ അഗ്നിയെ ആരാധിക്കുന്ന ആരാധനാലയം. ഞായറാഴ്ചകളിലാണ് ഇവിടെ പ്രാർത്ഥനയ്ക്കായി തുറക്കുന്നത്. കോഴിക്കോട് നിലവിൽ ഒരു പാഴ്സി കുടുംബം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കായി മാറി. മുംബൈ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് പാഴ്സികൾ കൂടുതലായി ഉള്ളത്. ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒന്നാണ് പാഴ്സി മതം. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി കുടിയേറിയ പാഴ്സികളുടെ ദേശം ഇറാനായിരുന്നു. സൊറാസ്റ്റർ എന്നാണ് പാഴ്സികളുടെ പ്രവാചകന്റെ പേര്. ഒരു വലിയ പ്രാർത്ഥനാ ഹാളാണ് ഇവിടെ. വർഷം മുഴുവനും അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാം. അഗ്നിയെയാണ് ഇവർ ആരാധിക്കുന്നത്. ഹാളിനകത്ത് കുറെ എണ്ണച്ചായ ചിത്രങ്ങളുണ്ട്. സെൻഡ് അവസ്ഥ എന്നാണ് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേര്. പേർഷ്യൻ ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഗുജറാത്തിയിലേക്ക് തർജിമ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പാഴ്സികൾ പൊതുവെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. പാഴ്സികളുടെ ആരാധനാലയമായ ഒരു ഫയർ ടെമ്പിളും ഒരു ശ്മശാനവും മുഖ്യ പുരോഹിതന്റെ വാസസ്ഥലവും ഒരു ഗസ്റ്റ് ഹൗസുമാണ് ഇതിനകത്ത് പ്രധാനമായും ഉള്ളത്. കോഴിക്കോടിന്റെ സാംസ്കാരിക വ്യാപാര മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന സാന്നിധ്യമായിരുന്നു പാഴ്സികളുടേത്. കോഴിക്കോടെ ആദ്യത്തെ സോഡ ഫാക്ടറിയായ FN സോഡ ഫാക്ടറി, കോഴിക്കോടിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എന്നിവർ പാഴ്സികൾ സ്ഥാപിച്ചതാണ്. കോഴിക്കോട് നഗരസഭ രൂപീകരിച്ചപ്പോൾ തുടക്കത്തിൽ ബ്രിട്ടീഷ് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നവർ മാത്രമായിരുന്നു അംഗങ്ങൾ. 11 അംഗങ്ങൾ എല്ലാ ജാതി മതങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് ആ കാലത്ത് പാഴ്സി വംശജനായ കുവർജി ദലാൽ ചെയർമാനാവുന്നത്. ഇന്നത്തെ മേയർ ഭവൻ ഒരു കാലത്ത് പാഴ്സികളുടേതായിരുന്നു. മറ്റു മതസ്ഥരെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്ത രീതിയിലാണ് പാഴ്സികൾ ശവസംസ്കാരം നടത്തുന്നത്. അഗ്നിയും ഭൂമിയും വളരെ വിശുദ്ധമായതാണെന്നും ശവശരീരം അവയെ ദുഷിപ്പിക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് ഇവരുടെ ശവസംസ്കാര ചടങ്ങുകൾ വളരെ വിചിത്രങ്ങളാണ്. മുംബൈയിലെ മലബാർ കുന്നിലെ തൂങ്ങുന്ന പൂന്തോട്ടം ഹാങ്ങിങ് ഗാർഡനിനടുത്താണ് പാഴ്സികളുടെ ഒരു ശ്മശാനമായ നിശബ്ദ ഗോപുരങ്ങൾ ടവേഴ്സ് ഓഫ് സൈലൻസ് സ്ഥിതി ചെയ്യുന്നത്. ശവശരീരം അലങ്കരിച്ച മഞ്ചലിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് വെക്കുകയും
ഇവിടുത്തെ ഗോപുരങ്ങൾക്ക് മുകളിലെ കൂടുകളിൽ നിന്നും കഴുകന്മാരെത്തി ശവശരീരം ഭക്ഷണമാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവശേഷിക്കുന്ന എല്ലുകളെ ശവവാഹകർ ഒരു വലിയ കിണറിൽ നിക്ഷേപിച്ച് മടങ്ങുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറ്റു രീതിയിലുള്ള ശവസംസ്കാര രീതികളാണ് ഇവിടെ നടക്കുന്നത്. കോഴിക്കോടിന്റെ മണ്ണിൽ വന്ന് കോഴിക്കോടിന്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരുപാട് പേരറിയാത്ത പാഴ്സികൾക്ക് പാതയോരത്തിന്റെ പ്രണാമം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേർന്ന ഒരു മതവിഭാഗമാണ് പാഴ്സികൾ. മിക്കവരും വലിയ ബിസിനസ്സുകാർ. ജാംഷഡ്ജി ടാറ്റ, ഹോമി ജഹാംഗീർ ദാദ, സാം മനേഷ, ദാദാബായ് നവറോജി, ഫിറോസ് ഗാന്ധി, അഡ്ഡേഷിർ ഗോദ്രേജ്, നാനി പൽക്കിവാല, ഫാലിയസ് നരിമാൻ, അങ്ങനെ ഒരുപാട് പേർ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാവ് അഡാർ പൂനാവാല വരെ. ഒരു പുതിയ ദേശത്തിൽ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടി എങ്ങനെ വളർന്ന് ഉയർച്ച നേടാം എന്നതിന്റെ മകുടോദാഹരണമാണ് പാഴ്സികൾ. പാതയോരത്തിന്റെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം ഇടവാങ്ങും.